നമസ്കാരം. വീണ്ടും നമ്മൾ +2 എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. പരീക്ഷയുണ്ട്, പരീക്ഷ എഴുതണം. പേപ്പർ നോക്കി കൊണ്ടുവന്നതിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് എഴുതിയിട്ട് പോലും ഇങ്ങനെ നിങ്ങൾ തെറ്റൊക്കെ വരുത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പഠിക്കുന്ന കൊച്ചുങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, എഴുതി പഠിക്കണം. എഴുതി പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ ആൻസർ രക്ഷകർത്താക്കളോ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളതിൻ്റെ ആൻസർ പറയുകയും ചെയ്യണം. അങ്ങനെ ഇഷ്ടംപോലെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റൂ. പരീക്ഷയൊക്കെ അവർ കൃത്യമായിട്ട് നടത്തും. മാർക്ക് കുറവാണോ കൂടുതലാണെന്നൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത വർഷത്തെ അഡ്മിഷന് മാർക്കാണ് നോക്കുന്നത്. നമ്മൾ ഇന്നാൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം? ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ച് വിവരിക്കുക. ഇതൊരു പ്രോജക്റ്റാണ്. ധാരാളം ഡെഫിനിഷൻസും ധാരാളം ഫോർമുലകളും ഒക്കെ ഉള്ളതാണ്. ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളാണ് നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു. ദേശീയ വരുമാനം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നിർവചനം എഴുതണം. നാഷണൽ ഇൻകം is the sum total of the value of all goods and services produced in a country during a given period of time and usually 1 year. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ തുകയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മെത്തേഡുകളാണ് ഇനി പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചാൽ there are 3 important methods of measuring national income. ദേശീയ വരുമാനം മെഷർ ചെയ്യാൻ, ദേശീയ വരുമാനം അളക്കാൻ, ദേശീയ വരുമാനം നിർണ്ണയിക്കാൻ 3 മെത്തേഡുകളാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് പ്രോഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഔട്ട്പുട്ട് മെത്തേഡ്. മലയാളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഉൽപ്പന്ന രീതി, അത് തന്നെയാണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്നും പറയുന്നത്. അടുത്തത് കൂട്ടിച്ചേർത്ത മൂല്യരീതി. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്. ഇൻകം, അതിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് വരുമാന രീതി. അവസാനത്തെ രീതി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിച്ചത്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ 2 സ്റ്റെപ്പുകൾ പറയുകയുണ്ടായി. പ്രോഡക്റ്റ് മെത്തേഡ്, ആ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ആസ് എ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്നാണ്. സാധനങ്ങളുടെയും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹത്തെ, ഉൽപ്പാദിപ്പിച്ച് വെച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. അതുകൊണ്ടാണ് അതിനെ കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയുമാണ്, രണ്ടും കൂടെ ചേർന്നതാണ്. അതുകൊണ്ടാണ് കൂട്ടിച്ചേർത്ത എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കാൻ ധാരാളം സ്റ്റെപ്പുകൾ ഉണ്ട്. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ് കാൽക്കുലേഷൻ. ഉൽപ്പന്ന രീതി നിർണ്ണയിക്കാനുള്ള പ്രവർത്തനങ്ങളെ പല സ്റ്റെപ്പുകളായിട്ട്, പല തട്ടുകളായിട്ട് തരംതിരിച്ചു. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്നാമത്തെ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വാല്യൂ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന മൂല്യം എന്നാണ്. ആദ്യം കണക്കാക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കുന്നത്. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു Q into P എന്ന ഫോർമുല നമ്മൾ പറയുകയുണ്ടായി. അതായത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു Q into P. Q മീൻസ് ക്വാണ്ടിറ്റി, P മീൻസ് പ്രൈസ്. അതാ ഉൽപ്പന്നങ്ങളുടെ അളവിനെ ഉൽപ്പന്നങ്ങളുടെ വില കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിൻ്റെ മൂല്യം കിട്ടും. അതുകൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എന്നാണ്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതിനകത്ത് പിന്നെ നമ്മൾ പറഞ്ഞു സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. വേറെ ഫോർമുലയുണ്ട്. അതായത് സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. നമ്മൾ വിറ്റ സാധനത്തിന്റെ കൂടെ ഇൻവെന്ററിയിലെ മാറ്റം കൂട്ടണം. അതാണ് സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി നമ്മൾ പഠിക്കുകയുണ്ടായി. ചേഞ്ചസ് ഇൻവെന്ററിയിലെ മാറ്റം, അതായത് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ, ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ. ഉൽപ്പാദിപ്പിച്ച വർഷത്തിലെ വിലയിൽ നിന്നും വിറ്റ വർഷത്തെ വില കുറച്ചാൽ നമുക്ക് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കിട്ടും. പിന്നെ നമ്മൾ അതിനുശേഷം പഠിച്ചത് ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് എന്നൊരു ഫോർമുല പഠിച്ചു. ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ്. അങ്ങനെ നമ്മൾ ഇന്ന് പഠിച്ച ഫോർമുല എന്ന് നോക്കിയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു Q into P ഓർ സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻവെന്ററി. ചേഞ്ചസ് ഇൻവെന്ററി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ. ചേഞ്ചസ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യൂ ആഡറ്റ് ആണ്. വാല്യൂ ആഡറ്റ് അതായത് കൂട്ടിച്ചേർത്ത മൂല്യം എന്നാണ്. അപ്പോൾ ആദ്യം ഉൽപ്പന്ന മൂല്യം, രണ്ടാമത് കൂട്ടിച്ചേർത്ത മൂല്യം. കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഉൽപ്പന്നത്തിന്റെ മൂല്യം നമ്മൾ നേരത്തെ പഠിച്ച ഉൽപ്പന്നത്തിന്റെ മൂല്യം നമ്മൾ കണ്ടുപിടിക്കും. Q into P കൊണ്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസംഷൻ മധ്യമ ഉപഭോഗം കുറയ്ക്കണം. അതായത് ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും മധ്യമ ഉപഭോഗം കുറച്ചാൽ നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ രണ്ട് സ്റ്റെപ്പായി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ഓഫ് വാല്യൂ ആഡഡ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മീൻസ് quantity of the commodity into market price or sales plus changes in inventory. Changes in inventory means production during the year minus sales during the year. Changes in stock, closing stock minus opening stock. Value of output or value added, value output minus intermediate consumption. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഓരോ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും അല്പം കട്ടിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുകയാണ്. എല്ലാവരും പഠിക്കണമെന്ന് താല്പര്യമുള്ളത് അല്ലെങ്കിൽ
നല്ല മാർക്ക് മേടിക്കണം എന്ന് താല്പര്യമുള്ളവർ, അത് ക്ലാസ് കേൾക്കുമ്പോൾ മാത്രമല്ല, അത് പിന്നെ അത് തന്നെ വേണം. അങ്ങനെയുള്ള കൊച്ചുങ്ങൾ അടുത്ത പഠിക്കുക. അതായത് GVA, GVA അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ്. നേരത്തെ വാല്യൂ ആഡഡ് ആണ് പറഞ്ഞത്, ഇവിടെ ഗ്രോസ് വാല്യൂ ആഡഡ്. GVA എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം എന്നാണ്. മലയാളമൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം. But GVA means gross value added, which means കൂട്ടിച്ചേർത്ത മൂല്യം. എന്താണെന്ന് നമുക്ക് ഇനിയാണ് ഫോർമുലകൾ വരുന്നത്. ഇനി കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താ ഫോർമുല വരുന്നു? ഇതെല്ലാവർക്കും അറിയാലോ. സിഗ്മ I സമം 1/n. ഞാൻ എഴുതി നോക്കിക്കോണം. സിഗ്മ എഴുതിയതിൻ്റെ താഴെ ഭാഗത്ത് I സമം 1/n എന്ന് നമ്മൾ എഴുതി. GVAI എന്താ ഇങ്ങനെ എഴുതാം? I എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഫേമിന് എഴുതുന്ന പേരാണ് I. ഇനി ചില സ്ഥലങ്ങളിൽ GI എന്ന് എഴുതിയേക്കും. അത് ഞാൻ പിന്നെ പറഞ്ഞ എന്താണ്. അപ്പൊ I എപ്പോഴും വന്നാലും ഫേം എന്ന് വേണം നമ്മൾ ഉച്ചരിക്കാൻ. അതായത് സിഗ്മ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ദ ഫേം സമം 1/n ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദ ഫേം എന്നാണ് വായിക്കുക. I എന്ന് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഫേം ആണ്. ഫേമിനാണ് നമ്മളിവിടെ I എന്നിട്ടൊരു കുത്തിടുന്നത്. ഇപ്പൊ സിഗ്മ I സമം 1/n GVAI കാണാൻ. സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എന്നാണ്. ടോട്ടൽ. N എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എന്നാണ്. I എന്ന് പറഞ്ഞത് ഫേം എന്നാണ്. സമം 1 തന്നെയാണ്. ഗ്രോസ് വാല്യൂ ആഡറ്റിന്റെ മൊത്തം എണ്ണം അല്ലെങ്കിൽ ഫേമുകൾ അല്ലെങ്കിൽ തുക കണക്കാക്കാൻ GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 പ്ലസ് GVAN. ഇതാണ് ഫോർമുല. അതായത് ഒന്നാമത്തെ GVAയും രണ്ടാമത്തെ GVAയും മൂന്നാമത്തെ GVA അങ്ങനെ എത്ര GVA ഉണ്ടോ, എത്ര അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര കൂട്ടിച്ചേർത്ത മൂല്യം ഉണ്ടോ, അവ എല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് സിഗ്മ I സമം 1/n GVAI ഉണ്ടാവുന്നത്. അപ്പോഴേ കൂട്ടിച്ചേർത്ത മൂല്യം അഥവാ ഗ്രോസ് വാല്യൂ ആഡറ്റ് ഈക്വൽ ടു സിഗ്മ സിഗ്മ I സമം 1/n GVAI ഈക്വൽ ടു GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 പ്ലസ് GVAN മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രോസ് വാല്യൂ ആഡറ്റ്. അതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ എല്ലാവർക്കും ഗ്രോസ് വാല്യൂ ആഡറ്റ് കാണാനുള്ള ഫോർമുല ചോദിച്ചാൽ അപ്പോഴേ പറയണം സിഗ്മ അതുകൊണ്ട് I എന്ന് എഴുതാറിയാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കുത്തു. അത് വേറെ ഇങ്ങനെ ഇട്ട് എഴുതരുത്. ഈ ഫോർമുല കൂടെ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇട്ടോണം എഴുതാം. സിഗ്മ I സമം 1/n GVAI ഈക്വൽ ടു GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 പ്ലസ് GVAN എന്ന് എഴുതണം. മനസ്സിലായ? ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ 3 വരകൾ ഇങ്ങനെ ഇട്ടിട്ട് ഓരോ കുത്തിട്ടേക്കും. ഇതിന് പറയുന്നത് ഐഡന്റിറ്റി എന്നാണ്. ഐഡന്റിറ്റി കണ്ടേ 3 സമം പോലെ ഇട്ടിട്ട് അവിടെ കുത്ത്.
ഇറ്റ് മീൻസ് ഐഡന്റിറ്റി ഓഫ് ദ ഫേം. മനസ്സിലായ? അതാണ്. അത് നമുക്ക് അതിൻ്റെ കാര്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് സിഗ്മ ഐ സമം 1/n GVA സമം ഡാഷ് എന്നിട്ടേക്കും. ഒരു ഡാഷ് ഇട്ടേക്കും. അതിന് ആൻസർ GDP ആണ്. GDP അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, GDP MB. അത് പരീക്ഷയാണ്. GDP MB കണ്ടോ, പിയുടെ തൊട്ട് താഴെ MB എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് സിഗ്മ ഐ സം 1/n GVA എന്ന് പറഞ്ഞാൽ GDPക്ക് സമമാണ്, അല്ലെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. MB മീൻസ് മാർക്കറ്റ് പ്രൈസ് എന്നാണ്. മനസ്സിലായ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും സിഗ്മ ഐ സം 1/n സമം ഡാഷ്. നിങ്ങൾക്ക് രണ്ട് ഉത്തരം എഴുതാം, GDP എന്നോ GDP MB എന്നോ എഴുതാം. രണ്ടും ആൻസർ ശരി തന്നെയാണ്. അതായത് രാജ്യത്തിന്റെ മൊത്തം ഗാർഹിക ഉൽപ്പന്നവും സിഗ്മ ഐ സം 1/n GVA എന്നതും തുല്യമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മെത്തേഡിന്റെ മൂന്നാമത്തെ പോയിന്റുമായി ഒന്നാമത്തെ പോയിന്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്ന മൂല്യം, രണ്ടാമത്തെ വാല്യൂ ആഡഡ് കൂട്ടിച്ചേർത്ത മൂല്യം, മൂന്നാമത്തെ GVA ഗ്രോസ് വാല്യൂ ആഡഡ് ഓർ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം. കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം കാണാൻ ഫോർമുല അറിയാം. സിഗ്മ ഐ സം 1/n GVA I is equal to GVA I plus GVA 2 plus GVA 3 plus dot GVAN എന്ന ഫോർമുല ഉപയോഗിക്കണം. ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. അതായത് പ്രോഡക്റ്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാലാമത്തെ മെത്തേഡിലേക്ക് പോകുന്നു. ആ മെത്തേഡിന്റെ പേരാണ് NVA. NVA നമ്മൾ നേരത്തെ GVA എഴുതി. GVA ഗ്രോസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം NVA നെറ്റ് വാല്യൂ ആഡഡ്. നെറ്റ് വാല്യൂ ആഡഡ് എന്നാണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നാണ്, മൊത്തത്തിന്റെ ചെറിയ ഭാഗം. അപ്പോഴ് കൂട്ടിച്ചേർത്ത് വരാം. കൂട്ടിച്ചേർത്ത അറ്റമൂല്യം മലയാളക്കാർക്ക് വേണ്ടിയാണ്. NVA എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത അറ്റമൂല്യം, GVA എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം. അപ്പൊ എന്താണ് NVA അല്ലെങ്കിൽ എന്താണ് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ കടക്കുന്നു. ഇത് തന്നെ എടുക്കാം. സിഗ്മ ഐ സമം 1/n. ഇവിടെ നമ്മൾ GVAക്ക് പകരം NVAI സമം എന്ന് നോക്കാം. ഇതെടുക്കണം. സിഗ്മ ഐ സമം 1/n GVA മൈനസ് ഡിപ്രീസിയേഷൻ. കണ്ടോ? ഇപ്പൊ നെറ്റ് കിട്ടാൻ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. മൊത്തത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം. മലയാളക്കാർക്ക് വേണ്ടി മലയാളക്കാർ ഇങ്ങനെ തന്നെ പഠിക്കണം. ആൻസർ കിടപ്പുണ്ട്. സിഗ്മ ഐ സമം 1/NVAI സമം സിഗ്മ ഐ സമം 1/n GVAI മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പഠിച്ചു. ഡിപ്രീസിയേഷൻ മീൻസ് ദ ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ്. വെയർ ആൻഡ് ടിയർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ.
But depreciation means the loss of the value of fixed capital wear and tear in the process of production. ഉൽപാദന പ്രക്രിയ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ മൂല്യത്തിനുണ്ടാകുന്ന കുറവിനെ, മൂല്യത്തിന് കുറവുണ്ടാകുമ്പോഴാണ് അതിനെ തേയ്മാനം എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ട് അടുത്ത ദിവസം വിൽക്കുമ്പോൾ അതിന് വില കുറയും. കാരണം എന്ന് പറയുന്നത് തേയ്മാനമാണ്. അതുകൊണ്ടാണ് സിഗ്മ ഈസ് 1/n/GVAI മൈനസ് ഡിപ്രീസിയേഷൻ ഓർ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പൊ NVA കാണാൻ GVA നിന്നും തേയ്മാനം കുറയ്ക്കണം. അപ്പൊ ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് നെറ്റ് എന്ന് കിട്ടും. അപ്പം സിഗ്മ ഐ സമം 1/n NVAI സമം സിഗ്മ ഐ 1/n GVAI മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീൻസ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ GVA ഡാഷിന് തുല്യമാണെന്ന് പറഞ്ഞു, GDPക്ക് തുല്യമാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്ന നോക്കിയാം, സിഗ്മ ഐ സമ 1/n NVA സമം ഡാഷ് എന്ന് ചോദിച്ചാൽ NDP NDPക്ക് സമമാണ്. എന്താ NDP എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇനി NDP എന്ന് പറഞ്ഞാൽ സമം NDP-MB. നേരത്തെ പോലെ ഇവിടെ GDP MB പറഞ്ഞതുപോലെ ഇവിടെ NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. കമ്പോള വിലയിലെ അറ്റ ഗാർഹിക ഉൽപ്പന്നത്തെ പറയുന്ന പേരാണ് NDP-MB. അങ്ങനെ പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കുമ്പോൾ ഏതെല്ലാം ചേർന്നതാണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഒന്ന് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, 2 വാല്യൂ ആഡറ്റ്, 3 ഗ്രോസ് വാല്യൂ ആഡറ്റ്, 4 നെറ്റ് വാല്യൂ ആഡറ്റ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ വരും. പഠിക്കാത്തവർക്ക് ഒരു സംശയവും വരത്തില്ല. സംശയം വരുന്നവര് ചോദിക്കുക. അടുത്ത 5ാമത്തെ മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നു. 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് NNB ആണ്. NN പിള്ള എന്നല്ല, NNB എന്ന് പറഞ്ഞാല് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. മലയാളം അറ്റ ദേശീയ ഉൽപ്പന്നം. അറ്റ ദേശീയ ഉൽപ്പന്നം എന്നാണ് NNBക്ക് പറയുന്നത്. ഇനി NNB എന്ന് പറഞ്ഞാൽ NNB മീൻസ് GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഒരു രാജ്യത്തിന്റെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനം കുറച്ചാൽ കിട്ടുന്നത് തേയ്മാനമാണ്. ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ വെയർ ആൻഡ് ടിയർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് GNBയിൽ നിന്നും തേയ്മാനം കുറച്ചാൽ NNB കിട്ടും. ഫോർമുലയാണ്. അപ്പൊ NNB = GNB മൈനസ് ഡിപ്രീസിയേഷൻ. എല്ലാവരും പഠിക്കുക. നമുക്ക് കണക്കുണ്ട്. NNB കാണുന്ന സൂത്രവാക്യം GNB മൈനസ് ഡിപ്രീസിയേഷൻ. അറ്റം, അതായത് അറ്റ ഉൽപ്പന്നം കിട്ടാൻ മൊത്ത ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനം കുറയ്ക്കണം. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഇനി അതിനകത്ത് വരുന്നത് NNB-MB വരുന്നുണ്ട്. NNB-MB ഇതാ NNP പിയുടെ തൊട്ട് താഴെയായിട്ട് വേണം MB. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. കമ്പോള വിലയിലെ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. നോക്ക്, ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. NNB-MB. നമ്മൾ നേരത്തെ GNB-MB പറഞ്ഞു. NNB-MB
ഇത് പഠിക്കുന്നതിന് മുമ്പ് NFI എന്താണെന്ന് പഠിക്കണം. NFI എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്നാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അബ്രോഡ് മീൻസ് വിദേശം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അറ്റ ഘടക വരുമാനം ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ NNB MBO GNB MBO കാണണമെങ്കിൽ NFI എന്താണെന്ന് അറിയണം. NFI മീൻസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അറ്റ ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുത്താൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ അവിടെ കിട്ടുന്ന മൊത്തം പൈസ നാട്ടിലേക്ക് അയക്കാൻ പറ്റത്തില്ല. അവിടെ ചെലവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന പൈസയാണ് നമ്മുടെ രാജ്യത്തേക്ക് അയക്കുന്നത്. അതാണ് അറ്റം. മൊത്തത്തിൽ നിന്നും കുറേ ഭാഗം ചെലവാക്കി ബാക്കി വരുമ്പോൾ അതാണ് നെറ്റ്. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ മക്കളെ? അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിലുള്ള ഇപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കുന്ന ഒന്നാമത്തെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, രണ്ടാമത്തെ വാല്യൂ ആഡറ്റ്, മൂന്നാമത്തെ GVA, നാലാമത്തെ NVA, അഞ്ചാമത്തത് NNB. അതിൽ നമ്മൾ NFI ഇത്രയും പഠിച്ചു. അപ്പം ഇതെല്ലാം വെറുതെ അത്ര ടഫായ ഒരു ഭാഗമാണിത്. അത് പഠിച്ചാലല്ലാതെ മാർക്ക് കിട്ടത്തില്ല. ഉപേക്ഷ വിചാരിച്ചാൽ പോക്കാണ്. ഇത് എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓക്കെ മക്കളെ, താങ്ക് യു.